Hi everyone, welcome to the session on equivalent production, the first category of problems, that is with closing work in progress with no process losses. Points to be remembered in this first category: the existence of process losses is totally ignored and the closing work in progress is converted into equivalent units on the basis of estimates as regards the degree of completion of materials, labor and production overhead. That simply means work in progressiൽ വന്നിട്ടുള്ളതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കാണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് അതിനോട് ഇക്വാലൻ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം. To understand the concept of equivalent production in a situation where there is only closing work in progress with no process losses, we'll do one problem. Here is the question: input 3800 units, output 3000 units, closing work in progress 800 units. ഇതിൽ എങ്ങനെയാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് 80%, ലേബർ 70% ആൻഡ് ഓവർഹെഡ്സ് 70%. പ്രോസസ് കോസ്റ്റ് വന്നിട്ടുള്ളത് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ കോസ്റ്റായിട്ട് 7280 റുപ്പീസ് വരുന്നുണ്ട്. ലേബർ ചാർജായിട്ട് 10680 ആൻഡ് ഓവർഹെഡ് എക്സ്പെൻസ് ആയിട്ട് 7120. ഇത്രയും ഇൻഫർമേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ, and then finally we have to prepare the process A account, assuming that there is no opening work in progress and process loss. This is the format of preparing statement of equivalent production. ഏറ്റവും ആദ്യം നമ്മൾ ഇൻപുട്ട് അതിൻ്റെ യൂണിറ്റ്സ് കാര്യങ്ങൾ കാണിക്കും. then we'll be moving on to output. അതിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എത്രയുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയുണ്ട്, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത യൂണിറ്റ്സ് നമ്മൾ കാണിക്കും. അതിനുശേഷം we will be calculating or we will be showing the calculation of equivalent production units. അതിൽ നമുക്ക് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് 3 കാറ്റഗറിയാണ് തന്നിട്ടുള്ളത്. ആ 3 കാറ്റഗറിയിലും എത്ര പെർസെൻറ്റേജ് വെച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൻഡ് ഇക്വാലൻ്റ് യൂണിറ്റ്സ് എത്രയാണ്, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഓഫ് കാൽക്കുലേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. ഇൻപുട്ട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് 3800 യൂണിറ്റ്സ് ആണ്. അത് നമ്മൾ ഇൻപുട്ട് കാറ്റഗറി ആയിട്ട് കൊടുത്തു. ഔട്ട്പുട്ട് കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു 3800 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൽ 3000 യൂണിറ്റ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. റിമൈനിങ് 800 എന്ന് പറയുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 3000 യൂണിറ്റ്സിന് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു. അതിൻ്റെ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും മെറ്റീരിയലിലും ലേബറിലും ഓവർഹെഡിലും ഒക്കെ 100% അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കോളത്തിൽ 100 തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 3000 ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ കേസിൽ എല്ലാവിടെയും 3000ഓളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്ക് എന്നുള്ളത് കാണിക്കാം. ദെൻ റിഗാർഡിംഗ് ദ വർക്കിംഗ് പ്രോഗ്രസ് 800 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം 80% ആണ് പ്രോസസ്സ് ചെയ്തിട്ടുള്ളൂ, ലേബർ 70% ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഓവർഹെഡ്സിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നതും 70% ആണ്. അപ്പോൾ നമ്മൾ ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ അതാണ് നമ്മൾ ഇക്വാലൻ്റ് യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 800 യൂണിറ്റ്സിൽ മെറ്റീരിയലിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 80% ആണ്. സോ 800 into 80% will be getting 640 units. We will write the same under the head of units in materials. ലേബറിൻ്റെ കേസിൽ 70% ആണ്. So closing work in progress 800 into degree of completion of labor 70%, we will be getting 560. Regarding overheads also, the degree of completion is 70%. So 800 into 70%, again 560. Now we will take the total of all these things. The total input units വന്നിട്ടുള്ളത് 3800 ആണ്. Total output units 3000 finished plus closing work in progress 800 amounts to 3800. Equivalent production units
മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ 3000 പ്ലസ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഇക്വാലൻറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 640. സോ ടുഗെദർ ഇറ്റ് കംസ് ടു എൻ എമൗണ്ട് ഓഫ് 3640. ലേബർ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള 3000 പ്ലസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഇക്വാലൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 560. സോ ഇറ്റ് വിൽ കം ടു എൻ എമൗണ്ട് ഓഫ് 3560. Same as the case of overheads also, 3000 plus 560, the total is 3560. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ദെൻ കോസ്റ്റ് കോളം, ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സ് കോളം, ആൻഡ് ഫൈനലി കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള കോളം. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ വിൽ ബി ഹാവിങ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. കോസ്റ്റ് ഫിഗേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയലിന് 7280, ലേബറിന് 10680 ആൻഡ് ഓവർഹെഡ്സിന് 7120. ദ ടോട്ടൽ കോസ്റ്റ് ഇസ് 25080. നൗ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ കൃത്യമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയൊക്കെയാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽസ് ആണ് ഇവിടെ എടുത്ത് എഴുതുന്നത്. അപ്പോൾ മെറ്റീരിയലിൽ നമുക്ക് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുള്ളത് 3640 ആണ്. ലേബറിൽ 3560 ആണ് ആൻഡ് ഓവർഹെഡ്സിൽ 3560. നൗ we have to calculate cost per completed unit. Cost per completed unit simply means cost divided by equivalent production in units. So in the case of materials, it will be like 7280 divided by equivalent production unit 3640. So the cost per completed unit in the case of material is rupees 2. Regarding labor, 10,680 divided by 3,560, we will be getting 3 rupees. And regarding overheads, 7,120 divided by 3,560, we will be getting rupees 2. So നമുക്ക് കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മെറ്റീരിയൽസിന് 2 rupees, ലേബറിന് 3 rupees ആൻഡ് ഓവർഹെഡ്സിന് 2 rupees, which comes to a total of 7 rupees. Now we have to prepare a statement of evaluation on the basis of completed units of production. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്, കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. റിഗാർഡിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 3000 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആൻഡ് അത് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. 2 rupees, 3 rupees, 2 rupees എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 7 rupees ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസിൽ രണ്ട് രീതിയിലും ചെയ്യാം. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് സെപ്പറേറ്റ് ചെയ്തിട്ടും കാണിക്കാം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ള എമൗണ്ട് ചാർജ് ചെയ്തിട്ടും കാണിക്കാം. സോ ഇവിടെ ഞാനിപ്പം ചെയ്തിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഒരുമിച്ച് എടുത്തിട്ടുള്ളതാണ്. സോ ഫിനിഷ്ഡ് ഗുഡ്സ് അതിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 3000 യൂണിറ്റ്സും 7 rupees കോസ്റ്റ് പെർ യൂണിറ്റിൽ ചാർജ് ചെയ്യുന്നു ആൻഡ് വി ആർ ഗെറ്റിംഗ് 21,000. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും, സിൻസ് ദ കോസ്റ്റ് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. മെറ്റീരിയൽസിന് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 640 ആണ് നമുക്ക് ഇക്വാലൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ 2 rupees. We will be getting 1280. Labor 560 units into cost per unit rupees 3, we will be getting 1680. Overheads 560 units into 2 rupees, we will be getting 1120. അപ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കോസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം കൂടി ആഡപ്പ് ചെയ്യുമ്പം we will be getting 4080. Thus the sum total of finished goods plus closing working progress is equivalent to 25,080. This is how we will prepare the statement of evaluation. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പോർഷനിൽ പ്രോസസ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So this is how we are preparing our process account. The completed units has been shown here.
to materials 3800 units. Cost elements നമുക്ക് already questionൽ mention ചെയ്തിട്ടുണ്ട്. 7280, laborന് 10680 and overhead 7120. Units and amount column നമ്മൾ total ചെയ്തിട്ടുണ്ട്. And then finished stock account നമ്മൾ cost per unit equivalent production statement of evaluation കഴിഞ്ഞതിൽ നിന്ന് finally we have come to a conclusion regarding the cost of these finished stock as well as closing work in progress. അപ്പോൾ finished stock 3000 units ന്റെ final cost എന്ന് പറയുന്നത് 21000 ആണ്. അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. And closing work in progress 800 unitsന് equivalent ആയിട്ട് വന്നിട്ടുള്ള cost figure 4080 ആണ്. The sum total of that column is also 25080. So this is how we are preparing all these statements of equivalent production, statement of equivalent production, statement of cost, statement of evaluation and process accounts. When the situation is like this, closing work in progress മാത്രമേ ഉള്ളൂ, process loss ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. Next is a very simple problem. For the month of January 2020, production and cost data were as follows. Total cost figures separate ചെയ്ത് തന്നിട്ടുണ്ട്. Materials 3000, wages 4500 and overheads 2500. Production was 3000 fully complete units and 200 partly complete units. Degree of completion 200 closing work in progress units into degree of completion തന്നിട്ടുണ്ട്. Materials 75%, labor 60% and overheads 50%. And it has been asked to calculate the total equivalent production, the cost per complete unit and the value of closing work in progress. Statements prepare ചെയ്യാണ്ട് നമ്മൾ കാൽക്കുലേഷൻ മാത്രമായിട്ട് കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ കോസ്റ്റ് എലമെൻറ്റ്സ് കോളം കൊടുത്തു. മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർഹെഡ്. ഇക്വാലൻറ്റ് യൂണിറ്റ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ കിടക്കുന്നത് 200 യൂണിറ്റ്സ് ആണ്. അതിൽ 75% ആണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വിത്ത് റിഗാർഡ് ടു മെറ്റീരിയൽ, ദാറ്റ് ഇസ് ഇക്വാലൻറ്റ് ടു 150. ആൻഡ് ലേബറിൻ്റെ കേസിൽ 60% ആണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വിച്ച് ഇസ് ഇക്വാലൻറ്റ് ടു 120. And overheads in the case of 50% ആണ് degree of completion which is equivalent to 100. And all these closing working units have been added up with the fully completed or final finished products 3000 units. Then we will be getting total effective production or total equivalent production units as 3150 for materials, 3120 for labor and 3100 for overheads. Total cost with respective to material, labor and overhead has been given in the question itself. അത് നമ്മൾ അതിൻ്റെ നേരെ എഴുതി. Materials 3000 rupees, labor 4500 rupees and overhead 2500 rupees. Now the next thing is we have to compute cost per unit. For that what we have to do is just divide the cost by the number of effective production units. So in the case of material, 3000 divided by 3150, the cost per unit is 0.952. With regard to labor, 4500 divided by 3120, cost per unit is 1.442. Regarding overheads, the calculation is 2500 divided by 3100, cost per unit is 0.806. So the total cost per unit is 3.2. Now the value of completed production. Fully complete ആയിട്ടുള്ളത് 3000 units ആണ്. Into നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള total cost per unit 3.2 ആണ്. When it gets multiplied, we will be getting the value of completed production as rupees 9600. 9600 ആണ് നമ്മുടെ ടോട്ടൽ വാല്യൂ ഓഫ് കംപ്ലീറ്റഡ് പ്രൊഡക്ഷൻ. ടോട്ടൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് 10,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിഫറൻസ് വിൽ ബി ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. സോ ദ വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഇസ് ഇക്വലൻ ടു ടോട്ടൽ കോസ്റ്റ് ദാറ്റ് ഇസ് 10,000 മൈനസ്
value of completed production, that is 9,600. Therefore, the value of closing work in progress is rupees 400. We will do one more problem. 10,000 units of raw materials are introduced into a process at a cost of rupees 20,000. Wages and overheads for the process are rupees 5,100 and rupees 3,400 respectively. 7,500 units were completed. Of the remaining 2,500 units, on the average, 40% work has been done in respect of labor and overheads. We have been asked to prepare statement of equivalent production, statement of cost, statement of evaluation, and finally process account. Questionil തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ statement of equivalent production prepare ചെയ്യാണ് ഏറ്റവും ആദ്യം. So the input shows the units introduced as 10,000 units. Output fully finished എന്ന് പറയുന്നത് 7,500 units ആണ്. And working progress എന്ന് പറയുന്നത് 2,500 units ആണ്. And equivalent production units in the calculationൽ fully finished ആയിട്ടുള്ള 7,500 മെറ്റീരിയൽസിലും ലേബറിലും ഓവർഹെഡിലും ഒക്കെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാം. 100% ആയിട്ട് തന്നെ കാണിക്കാം. വർക്കിംഗ് പ്രോഗ്രസ് 2,500 യൂണിറ്റ്സിൽ മെറ്റീരിയൽ ഫുള്ളി ഫിനിഷ്ഡ് ആണ് 100% ആൻഡ് 2,500 യൂണിറ്റ്സ് ഇറ്റ് സെൽഫ്. ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ കേസിൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 40% മാത്രമാണ്. അപ്പോൾ ലേബറിൽ 2,500ൻ്റെ 40% കംസ് ടു 1,000 rupees. ഓവർഹെഡ്സിലും 2,500 ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ 40% 1,000 units ആണ് വരുന്നത്. Now let's see the total of equivalent production units. മെറ്റീരിയൽസിൽ 7,500 finished plus closing work in progress 2,500 comes to a total of 10,000. And labor unitsൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 7,500 fully finishedും ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ നമ്മളിപ്പോൾ പോർഷൻ ചെയ്തിട്ടുള്ളതിൽ 1,000 യൂണിറ്റ്സുമാണ് വന്നിട്ടുള്ളത്, വിച്ച് കംസ് ടു എ ടോട്ടൽ ഓഫ് 8,500 യൂണിറ്റ്സ്. സിമിലർ ഇസ് ദ കേസ് ഓഫ് ഓവർഹെഡ്. 7,500 fully completed plus the portion of degree of completed portion of working progress 1,000, which is equivalent to 8,500 units. So this is the statement of equivalent production. Next is the preparation of statement of cost. നമുക്ക് കോസ്റ്റ് ഫിഗേഴ്സ് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് 20,000, ലേബർ 5,100 and overheads 3,400. The total cost is 28,500. Equivalent production units നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയൽസ് 10,000 യൂണിറ്റ്സ്, ലേബറിൻ്റെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 8,500 ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓവർഹെഡ്സിൻ്റെ കേസിലും 8,500 ആണ്. നൗ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ്. കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ് കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് കോസ്റ്റ് ഫിഗറിനെ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. സോ ഇൻ ദ കേസ് ഓഫ് മെറ്റീരിയൽ 20,000 divided by 10,000, the cost per completed unit is 2 rupees. In the case of labor, 5,100 divided by 8,500, the cost per completed unit is 0.6. In the case of overhead, 3,400 divided by 8,500, the cost per completed unit is 0.4. അപ്പോൾ നമുക്ക് മെറ്റീരിയലിലും ലേബറിലും ഓവർഹെഡിലും കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദ ടോട്ടൽ ഓഫ് വിച്ച് ഇസ് rupees 3. Next is the statement of evaluation. Finished goodsന് 7,500 യൂണിറ്റ്സ് ആണ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 3 rupees. അപ്പോൾ നമുക്ക് 22,500 കിട്ടിയിട്ടുണ്ട്. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ മെറ്റീരിയൽസ് 2,500 യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ പ്രകാരം പോർഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2,500 യൂണിറ്റ്സിന് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കമ്പ്യൂട്ട് ചെയ്തപ്പം 2 rupees ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 2,500 into 2 is equivalent to 5,000 rupees. ലേബറിൻ്റെ കേസിൽ 1,000 യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് 0.6, 600 rupees. ഓവർഹെഡ്സിൻ്റെ കേസിൽ 1,000 equivalent യൂണിറ്റ്സ് ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് 0.4
it comes to an amount of 400. So the total of closing work in progress is 6000, and statement of evaluation പ്രകാരം നമുക്ക് കിട്ടുന്ന total cost figures എന്ന് പറയുന്നത് finished goods 22,500 plus closing work in progress 6000, which is equivalent to 28,500 rupees. Finally, with all the computed details, we are preparing the process account. So the units of materials is 10,000 rupees, the amount is 20,000, labor cost is 5,100 and overheads is 3,400, the total of which is 28,500. Finished stock account 7,500 units in we have computed an amount of 22,500. Closing work in progress 2,500 units in namukku receive iditla total cost after computation is rupees 6,000. The total of which is 28,500. So this is how we will be cracking problem when there is closing work in progress but with no process losses. Thank you very much for listening to the presentation, and we will definitely catch up with another interesting session.